നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളക്കരയെ ഞെട്ടിച്ചൊരു സംഭവമാണ് തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരി പെൺകുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവം. അതിലേറെ ദുരൂഹതകളും ബാക്കിയായി. എന്നാൽ ഇതിൽ നിർണായകമായി നിൽക്കുന്ന 2.5 വയസ്സുകാരി ദേവേന്ദുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചില വാട്സപ്പ് ചാറ്റുകളും. കേസന്വേഷണത്തിൽ നിർണായകമായി കരുതുന്ന വിവരങ്ങൾ തന്നെയാണ് പോലീസ് സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ മുങ്ങി മരണമെന്ന് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ കുഞ്ഞിൻ്റെ ശരീരത്ത് മുറിവുകളോ മറ്റ് പാടുകളോ ഒന്നും തന്നെ കണ്ടെത്താത്തതുകൊണ്ട് ഇതിനെ ശരിവയ്ക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഇതോടെ ഒരു അനുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കുഞ്ഞിനെ ജീവനോടെ തന്നെയാണ് കിണറ്റിൽ എറിഞ്ഞു കൊന്നത്. കുട്ടിയുടെ കയ്യിൽ 2 പാടുകളുണ്ട്. ഇത് കിണറ്റിൽ എറിഞ്ഞ സമയത്ത് പറ്റിയ അപകടമായിരിക്കാമെന്നാണ് സൂചന. മറ്റു മുറിവുകളോ പാടുകളോ ഒന്നും തന്നെ ദേഹത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസകോശത്തിനുള്ളിൽ വെള്ളം കയറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യം അനുമാനിച്ചിരുന്നത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിലെറിയുകയായിരുന്നു എന്നതാണ്. പക്ഷേ ഇപ്പോൾ ജീവനോടെ തന്നെ കിണറ്റിലെറിഞ്ഞുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമാകുന്നത്. കുട്ടിയുടെ അമ്മ ശ്രീധുവിനും ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നുള്ള സംശയം ബലപ്പെടുകയാണ് പോലീസിന്. ശ്രീധുവിനെയും പ്രതിചേർത്ത് മുന്നോട്ട് പോകാനാണ് പോലീസിൻ്റെ തീരുമാനം. ഇതിനിടയിൽ ശ്രീധുവും ഹരികുമാറും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റും പോലീസ് വളരെ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അതിൽ വളരെ നിർണായകമായ ചില വിവരങ്ങളുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ മൃതദേഹം ബന്ധുവീട്ടിൽ എത്തിച്ചു. അതിനുശേഷം സംസ്കരിക്കുകയും ചെയ്തു. കുട്ടിയുടെ അച്ഛനെ സംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുക്കാനായി പോലീസ് വിട്ടയച്ചിരുന്നു. അമ്മയും അമ്മാവനും സ്റ്റേഷനിൽ തുടരുകയാണ്. പ്രതിപട്ടികയിൽ അമ്മയും ബന്ധുക്കളും ആയതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കണം തുടർ നടപടികൾ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിയമോപദേശം തേടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീധുവിനെ പോലീസ് പ്രതി ചേർത്ത് കഴിഞ്ഞു എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ശ്രീധുവിൻ്റെയും ശ്രീജിത്തിൻ്റെയും ഹരികുമാറിൻ്റെയും മൊഴികളിലൊക്കെ തന്നെ വൈരുദ്ധ്യമുണ്ടായിരുന്നുവെന്നാണ് പോലീസിൻ്റെ നിലവിലത്തെ അന്വേഷണത്തിൽ കണ്ടെത്താനായി കഴിഞ്ഞിട്ടുള്ളത്. ഇവർ പറയുന്ന പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണ്. ശ്രീധുവിൻ്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് സഹോദരൻ ഹരികുമാറുമായിട്ടുള്ള ചാറ്റുകളിൽ നിന്ന് ഇങ്ങനെ ചില വിവരങ്ങൾ കിട്ടിയത്. ഹരികുമാർ കുറ്റമേറ്റു പറയുന്നുണ്ട്. താൻ തന്നെയാണ് കൊല നടത്തിയതെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അതിൽ വ്യക്തമാകുന്നില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തി മുന്നോട്ട് പോകാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അച്ഛനൊപ്പമായിരുന്ന കുട്ടിയെ ഉറക്കാൻ കെടുത്തി എന്നാണ് ശ്രീധു മൊഴി നൽകിയത്. പക്ഷേ അച്ഛനെ ശ്രീജിത്തിനെ ചോദ്യം ചെയ്തപ്പോൾ കുട്ടി അമ്മയ്ക്കൊപ്പമായിരുന്നുവെന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. അതിലുൾപ്പെടെ വളരെ ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അയൽവാസികളും മറ്റു ബന്ധുക്കളുമൊക്കെ നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ശ്രീധുവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണം ഇതിനു മുൻപും ഉയർന്നു കേൾക്കുന്നുണ്ട്. സാമ്പത്തിക തട്ടിപ്പുകളും ഇതിനു മുൻപും നുണകളും മറ്റും പറഞ്ഞ് വിശ്വസിപ്പിച്ച ആൾക്കാരെ പറ്റിച്ചതായിട്ടുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ശ്രീധു പറയുന്നതിലൊന്നും തന്നെ കഴമ്പില്ല എന്നാണ് പോലീസിന് അയൽവാസികൾ മൊഴി കൊടുത്തിരിക്കുന്നത്. മൊഴികളുടെ വൈരുദ്ധ്യം പരിശോധിച്ച് അതിൽ ഏറ്റവും ഒടുവിലേക്ക് എത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. സാമ്പത്തിക ബാധ്യത അല്ലാതെ മറ്റു പല വിഷയങ്ങളും ഇതിലുണ്ടാകുമെന്നുള്ള അനുമാനവും പോലീസിനുണ്ട്. അന്വേഷണത്തിന് തുടക്കം മുതൽ അമ്മാവൻ പോലീസിനോട് സഹകരിച്ചിരുന്നില്ല. പോലീസിനോട് കയർക്കുന്ന സ്വഭാവമായിരുന്നു ഉണ്ടായത്. കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞതിന് പിന്നാലെ ഹരികുമാറിൻ്റെ മുറിയിലെ കട്ടിൽ കത്തിയത് എന്തിന് എന്ന് ചോദിച്ചപ്പോൾ പോലും ഇയാൾക്ക് കൃത്യമായ മറുപടിയില്ലായിരുന്നു. പോലീസല്ലേ, നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ എന്നാണ് പോലീസിനോട് പോലും മറുപടിയായി പറഞ്ഞത്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് ചില ആഭിചാര ക്രിയകളൊക്കെ ഈ കുടുംബത്തിനുണ്ടായിരുന്നുവെന്നാണ് ആരോപിക്കുന്നത്. അതടക്കം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. വ്യാഴാഴ്ച പുലർച്ചെയാണ് കുട്ടിയെ കാണുന്നില്ല എന്ന പരാതി കിട്ടിയത്. പിന്നീട് പരിശോധന നടത്തിയപ്പോൾ 8:15 കുഞ്ഞിൻ്റെ മൃതദേഹം വീടിനടുത്തുള്ള കിണറ്റിൽ നിന്ന് കണ്ടെത്തി. ശ്രീധു ശ്രീജിത്ത് ദമ്പതികളുടെ മകളായ ദേവേന്ദു എന്ന 2 വയസ്സുകാരിയാണ് മരണപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.